കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവരച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. കാണാൻ എന്ത് രസമാ. അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? ഞാൻ നിർബന്ധിക്കുന്നില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗേൾ. അത്ര ചെറുപ്പത്തിൽ ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കെട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറ്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? എന്താ മോളെ? കമോൺ ടെൽ മീ. ഒന്നുമില്ല. മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നോ? ഇത്രയും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു തെറ്റുപറ്റി. മനഃപൂർവ്വമായിരുന്നില്ല. ഇനിയിപ്പോ മാപ്പ് ചോദിക്കുന്നതിലും അർത്ഥമില്ല. രമണിയുടെ പ്രായം ചന്ദ്രൻ അറിയാമല്ലോ. അവൾക്കത് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നു. രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമ്പോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ?